Can I do BCA after DCA? അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചതിന് ശേഷം ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഇതാണ്. ഇതിനുള്ള ആൻസറാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, DCA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചതിന് ശേഷം ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയാലും ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയാലും കമ്പ്യൂട്ടർ ടെക്നോളജി മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന, മുന്നോട്ട് നയിക്കാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാരുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളാണ്. ഇതിനുള്ള ഉത്തരം നമുക്ക് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ 10th കഴിഞ്ഞാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് BCA ചെയ്യാൻ പറ്റില്ല. കാരണം 10th കഴിഞ്ഞ് +2 പഠിച്ചതിന് ശേഷം മാത്രമേ BCA പഠിക്കാൻ പറ്റൂ. കാരണം BCA എന്നുള്ളത് അതൊരു ഗ്രാജുവേഷൻ കോഴ്സാണ്. സോ ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് +2 ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അതുമായി ഇക്വാലൻ്റ് ആയിട്ടുള്ള 2 വർഷം വരെ മിനിമം ഡ്യൂറേഷനുള്ള കോഴ്സ് ചെയ്യണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, അപ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ കോഴ്സല്ലേ, ഡിപ്ലോമ പഠിച്ചാൽ ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. ഇതിനുള്ള ഉത്തരമുള്ളത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ്, ദൈർഘ്യമാണ്. തീർച്ചയായിട്ടും DCA എന്നുള്ളത് 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അതായത് മാക്സിമം ലിമിറ്റ് എന്നുള്ളത് 6 മാസമാണ്. ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ, എസ്പെഷ്യലി പോളിടെക്നിക് ഡിപ്ലോമ വഴിയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ അതിന് 3 വർഷമാണ് ഡ്യൂറേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BTech സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് BCA വരെ പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു ഷോർട്ട് ടേം കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് +2 ഈക്വലൻ്റായി ഒരു രീതിയിലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ DCA പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്കുള്ള അഡ്മിഷൻ നേടാൻ പറ്റില്ല. അതിനുള്ള എലിജിബിലിറ്റി അല്ല. അതോടൊപ്പം ഇതിന് വേറൊരു ചോദ്യം കൂടിയുണ്ട്, മറുചോദ്യം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിർബന്ധമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അല്ല. ഈവൻ ഒരു മിനിമം എലിജിബിലിറ്റി കൂടി അല്ല എന്നുള്ളതാണ്. അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു BCA. നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ അതുമായി ഇക്വാലൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ മതി എന്നുള്ളതാണ്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി പറയാനുള്ളത്. ചോദ്യം ചോദിച്ച വ്യക്തിയുടെ പേര്, യൂസർ എന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാരക്ടേഴ്സാണ്, അതുകൊണ്ടാണ് പരാമർശിക്കാത്തത്. ഏതായിരുന്നാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കേണ്ട ആവശ്യവുമില്ല, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് പല എപ്പിസോഡുകളും ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക്സൊക്കെ കാർഡായോ അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ഇനിയും ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.